നീ ഇത് ആദ്യം കള്ളത്തരം വന്നല്ലേ വിചാരിച്ചേ? ഇന്ന് നിൽക്കുന്നിന്റെ കള്ളുകൂടി. ഇത് ഞാൻ 10 പഠിക്കാൻ നേരത്ത് തുടങ്ങിയതായിരുന്നു. വെളുപ്പിനെ തുടങ്ങും, അങ്ങനെ അതിന് അവസാനമില്ല. നീ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെ. ഇനി പറഞ്ഞ് ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇനി ഞാൻ കുടിക്കത്തില്ല. ഒരു ഉമ്മ കൊണ്ട് നമ്മുടെ ജീവിതമേ മാറി. എൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും എന്നോട് ഇങ്ങോട്ട് തന്നെ പറയുമായിരുന്നു. ഇവന്റെ ചെവിക്കകത്തുനിന്ന് ഒരു അടപ്പ് പൊട്ടുന്ന പോലെ ടപ്പെന്നൊരു ശബ്ദം കേട്ടു. കേട്ടോ? എന്റെ ചെവി തുറന്നു. എനിക്ക് നേരത്തെ ചെവി കേൾവിയില്ലായിരുന്നു. കേൾക്കാം. ദൂരെ നിന്ന് ആര് വിളിച്ചാലും എനിക്ക് കേൾക്കാം. ദൂരെ നിന്ന് വിളിച്ചാലും കേൾക്കാം. നേരത്തെ വിളിച്ചാൽ പോലും കേൾക്കത്തില്ല. ഈ പയലസിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ അത് പിന്നെ ചെക്ക് ചെയ്യാൻ പോയായിരുന്നു. ചെക്ക് ചെയ്തപ്പോ അങ്ങനെ ഒരു അസുഖം ഇല്ല അവിടെ. എന്റെ കണ്ണുണ്ടായിരുന്നു. ഈ കണ്ണിന് ചെറിയ ഇതുണ്ടായിരുന്നു, കാഴ്ച. അത് മാറി. കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞു. അസാധാരണമായൊരു വിടുതലാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അടൂരിൽ നിന്നും സാക്ഷ്യം പറയാൻ നമ്മോട് കൂടെ ആയിരിക്കുന്നത് പ്രിയ ഷമീർ ബ്രദറാണ്. കഴിഞ്ഞ നാളുകളിൽ പത്തനാപുരത്ത് നടന്ന പബ്ലിക് മീറ്റിംഗിൽ ദൈവം ഷമീർ ബ്രദറിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് ചെയ്തത്. താൻ അടൂരിൽ നിന്ന് കടന്നു വരുന്നു സാക്ഷ്യം പറയാനായി. ബ്രദറെ പറഞ്ഞാട്ടെ. എനിക്ക് നേരത്തെ ചെവി കേൾവിയില്ലായിരുന്നു. കേൾവി കുറവായിരുന്നു. കേൾവി ഒട്ടും ഇല്ലായിരുന്നു. ഇടത്തെ ചെവി എത്ര നാൾ കൊണ്ടില്ലായിരുന്നു ബ്രദറെ? 1 വർഷം കൊണ്ടില്ലായിരുന്നു. 1 വർഷം കൊണ്ടില്ലായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് അറിയാമോ? ഒരു പണ്ടൊരടി നടന്നതാ. എന്താ ബ്രദറെ? അടിയേ നടന്നായിരുന്നു. അങ്ങനെ അടി കിട്ടിയതാണ്. ഓക്കെ. അങ്ങനെ അത് പോയതായിരുന്നു. കേൾവി പോയതായിരുന്നു. ഓക്കെ. ഇപ്പം പത്തനാപുരത്ത് പോയപ്പം ജോൺ സാരു, ഞാൻ ചോദിക്കുന്നത് അതിന് അല്പം പോലും ആ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കേൾക്കുന്ന എല്ലാം വലത്തെ ചെവി കൊണ്ടാണ്. വലത്തെ ചെവിയും കൊണ്ടായിരുന്നു ഞാൻ കേൾക്കുന്നത്. ഓക്കെ. എന്നാൽ പത്തനാപുരം മീറ്റിംഗിൽ ബ്രദർ വന്നു. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാട്ടെ. എന്റെ ചെവി ഇപ്പൊ നല്ല പൂർണ്ണമായി നല്ലോണം എനിക്ക് കേൾക്കാം. ചെവി പൂർണ്ണമായിട്ട് കേൾക്കാം. കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞു. പത്തനാപുരം മീറ്റിംഗിന് ബ്രദർ വന്നപ്പോ ജോൺ ബ്രദർ ദൂത് പറഞ്ഞു അല്ലേ? ദൂത് പറഞ്ഞത്. എന്റെ ചോദ്യം, ഷമീർ ബ്രദർ പ്രാർത്ഥനാ വിഷയം പറഞ്ഞതാണോ അതോ ജോൺ ബ്രദർ ഇങ്ങോട്ട് പറഞ്ഞതാണോ? ഇങ്ങോട്ട് പറഞ്ഞതാ. ജോൺ ബ്രദർ ഇങ്ങോട്ട് പറഞ്ഞതാ. ഓക്കെ. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. ഓക്കെ. എന്റെ എല്ലാ ദുസ്വഭാവങ്ങളും എന്നോട് ഇങ്ങോട്ട് തന്നെ പറയുമായിരുന്നു. ബ്രദറിന്റെ എല്ലാ സ്വഭാവവും അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാ ആ മീറ്റിംഗിൽ വരാനിടയായത്? ഞാൻ അപ്പാടെ കൂടെ വന്നതാ. അപ്പായിക്ക് ഒറ്റയ്ക്ക് അവിടുന്ന് വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തില്ല. അങ്ങനെ കൂട്ടിന് വിളിച്ചോണ്ട് പോയതാ. എന്നെ കൂട്ടിന് വന്നതാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ വിശ്വാസം ഉണ്ടായിരുന്നോ ബ്രദറിന്? വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു ബ്രദർ പുറകിലിരുന്ന ബ്രദറിനെ ജോൺ ബർ ദൂത് പറഞ്ഞതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, അപ്പോ ആ ചെവിയുടെ കാര്യം ജോൺ ബർ ദൂത് പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുവരെ ആ പ്രയാസമില്ല, പൂർണ്ണമായിട്ട് കേൾക്കാം? ഒന്നുമില്ല. ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കുകയോ ചെയ്യാം. ദൂരെ നിന്ന് ആര് വിളിച്ചാലും എനിക്ക് കേൾക്കാം. ദൂരെ നിന്ന് വിളിച്ചാലും കേൾക്കാം. നേരത്തെ വിളിച്ചാൽ പോലും കേൾക്കത്തില്ല. ഓക്കെ. അമ്മേൻ കൈകൾ അടിച്ചു കർത്താവിന് നന്ദി പറയാം. ഒരു അടി കൊണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഇടത്തെ ചെവിയിലെ കേൾവി പൂർണ്ണമായിട്ട് നഷ്ടമായത്, ഏകദേശം 1 വർഷമായിട്ട്. എന്നാൽ ജോൺ ബ്രദർ ദൂത് പറഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇപ്പൊ ദൂരെ നിന്ന് ഒരാൾ സംസാരിച്ചാൽ പോലും തന്റെ കേൾക്കാൻ പറ്റാതിരുന്ന ചെവി കൊണ്ട് ഇപ്പോൾ നന്നായി കേൾക്കാമെന്നാണ് ഷമീർ ബ്രദർ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ മറ്റെന്തൊക്കെ സൗഖ്യങ്ങളാണ് ബ്രദറെ ഉണ്ടായത്? പയലസിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ അത് പിന്നെ ചെക്ക് ചെയ്യാൻ പോയായിരുന്നു. ചെക്ക് ചെയ്തപ്പോ അങ്ങനെ ഒരു അസുഖം ഇല്ല അവിടെ. ഓക്കെ. അതും ഉണ്ടായിരുന്നു സംഭവം, അതുപോലെ മാറി. അപ്പൊ ഞാൻ ചോദിക്കുന്ന പൈൽസിന്റെ പ്രയാസം ഉള്ളത് കാരണം ബ്രദറിന് ടോയ്ലറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബ്ലീഡിംഗ് ഉണ്ടായിരുന്നോ? ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. എത്ര നാൾ തൊട്ടുണ്ടായിരുന്നു? അത് തുടക്കം ആയതേ ഉള്ളായിരുന്നു നമുക്ക്. ആയിരുന്നു. ഓക്കെ. തുടക്കമായിരുന്നു അല്ലേ? എന്നാലും ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ബ്ലഡ് ഒരുപാട് പോയിക്കൊണ്ടേയിരിക്കും. അതൊന്ന് പ്രാർത്ഥിച്ചു. അതും മാറി കിട്ടി. ഏകദേശം മീറ്റിംഗ് ഈ ഒരു സൗഖ്യം നടന്നിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ച ആകുന്നു. ഇതിനുശേഷം ഇതുവരെ ബ്ലീഡിംഗ് വന്നിട്ടില്ല. അത്ഭുതകരമായി അതും സൗഖ്യമായി. കരങ്ങൾ അടിച്ചൊരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. രണ്ടാമതായി പൈൽസ് രോഗവും സൗഖ്യമായി. അടുത്തെന്താ സംഭവിച്ചത്? എന്റെ കണ്ണുണ്ടായിരുന്നു. ഈ കണ്ണിന് ചെറിയ ഇതുണ്ടായിരുന്നു, കാഴ്ച. ഓക്കെ. അത് മാറി. കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. ഏത് കണ്ണിനാണ്? കണ്ണിന് തന്നെയായിരുന്നു. ഇടത്തെ കണ്ണിന് തന്നെയായിരുന്നു. ബ്രദറിന്റെ ഇടതുവശത്തൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അടിയുടെ ഭാഗമായിട്ട് സംഭവിച്ചാണോ? എന്നെ പോലും അറിയുന്നത് ഇങ്ങോട്ട് തന്നെ എല്ലാം നേരെ പറയുമായിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം സത്യമുള്ള കാര്യങ്ങളാണ്. നടന്ന കാര്യങ്ങളെല്ലാം ജോൺ ബർ അങ്ങോട്ട് വന്ന് പറഞ്ഞതാ. അപ്പൊ ബ്രദറിന് കാഴ്ച കുറവാന്ന് പറയുമ്പോൾ വായിക്കാനൊന്നും പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാം. കാഴ്ച നോർമലിലേക്ക് വന്നു. നോർമലേ. ആമേൻ. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
എന്നാൽ നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, തൻ്റെ സ്വഭാവത്തിലുണ്ടായൊരു മാറ്റം. ബ്രദർ സാക്ഷ്യം പറഞ്ഞത്, എഴുതി തന്നത് ഇങ്ങനെയാണ്: ദുശ്ശീലം മാറിപ്പോയി. നേരത്തെ എന്റെ ചോദ്യം എത്ര നാളുകൊണ്ട് ഈ ദുശ്ശീലങ്ങൾ അല്ലെങ്കിൽ ഈ മദ്യപാനത്തിന്റെ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം എത്ര നാളുകൊണ്ട് ഉണ്ടായിരുന്നു? ഇത് ഞാൻ 10ൽ പഠിക്കാൻ നേരത്ത് തുടങ്ങിയതായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാ? 10ല്. അത് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം കരുനാപ്പള്ളിയില. ഇപ്പൊ എത്ര വയസ്സുണ്ട് ബ്രദറിന്? ഇപ്പൊ എനിക്ക് 36 വയസ്സുണ്ട്. 36 വയസ്സുണ്ട്. അതായത് 10ാം ക്ലാസ്സിൽ തുടങ്ങിയ ശീലം, 15 വയസ്സിൽ തുടങ്ങിയ ശീലോ? ആണോ? ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ എല്ലാ ദിവസവും മദ്യപിക്കൂ? വെളുപ്പിനെ തുടങ്ങും. വെളുപ്പിനെ തുടങ്ങും. അങ്ങനെ അതിന് അവസാനമില്ല. കയ്യിലിരുന്ന പൈസ തീർന്നിട്ടും പിന്നെയും കടം മേടിച്ച് അടിക്കും. കയ്യിലിരുന്ന പൈസ തീർന്നാ പിന്നെയും കടം മേടിച്ചടിക്കും. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ തുടങ്ങിയതാണ്? 10ൽ വെച്ച് തുടങ്ങിയതാ. രാവിലെ തുടങ്ങി ദിവസം തീരുന്നത് വരെ അടിക്കും, നേരെ കിട്ടുന്നിടം വരെ. അത് വലിയൊരു പ്രയാസത്തിലാണ് ബ്രദർ ആയിരുന്നത് അല്ലേ? അപ്പൊ അതും കൊണ്ട് പാടിയില്ല. അന്ന് മീറ്റിംഗിൽ വന്നതിന് ശേഷം പാടിയില്ല, മദ്യം തൊട്ടിട്ടില്ല. കൂട്ടുകാരും വിളിക്കത്തില്ലേ? കൂട്ടുകാരുമായിട്ട് പോത്തതുമില്ല. വിളിക്കും, ഞാൻ ഒഴിഞ്ഞു മാറത്തേ ഉള്ളൂ, പോത്തില്ല. മദ്യപിക്കാൻ കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ട്, പോത്തില്ല. പക്ഷെ പോത്തില്ല. അതായത് ബ്രദർ ഈ മീറ്റിംഗിൽ വന്നിട്ട് ഒരു 3 ആഴ്ച ആയുള്ളൂ, ഇതിനകത്ത് തന്നെ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായി. ആണോ? ഇപ്പം അന്ന് പോയതിനു ശേഷം പിന്നെ നമ്മള് കൈ കൊണ്ട് തൊട്ടിട്ടില്ല ഇതുവരെ. അന്ന് പോയതിനു ശേഷം ബ്രദർ മദ്യം കൈ കൊണ്ട് തൊട്ടിട്ടില്ല. കൈകൾ അടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞ് 3 ആഴ്ചകളെ ആയിട്ടുള്ളൂ. ബ്രദർ പറയുന്നത് 20 വർഷത്തിന് പുറത്തുള്ള മദ്യപാന ശീലം. രാവിലെ നേരം പുലർച്ചെ തുടങ്ങിയാൽ ദിവസം അവസാനിച്ചാലും നിർത്തത്തില്ല. കയ്യിലെ ക്യാഷ് തീർന്നാൽ കടം വാങ്ങി മദ്യപിക്കുന്ന ആളാണ്. എന്നാൽ 20 വർഷത്തിന് പുറത്തുള്ള മദ്യപാനം മീറ്റിംഗിൽ ഒറ്റ പ്രാർത്ഥനയിൽ അത് മാറിപ്പോയി. ദൈവം ഒരു അത്ഭുതം ഷമീർ ബ്രദറിന്റെ ജീവിതത്തിൽ ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്, ബ്രദർ ജോൺ ബ്രദർ വളരെ സ്നേഹത്തോടെ ഷമീർ ബ്രദറിനോട് സംസാരിച്ചതും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നത് കണ്ടു അല്ലേ? സത്യം പറഞ്ഞാൽ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചില്ല. ബ്രദർ ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേ ഉള്ളൂ. അതേ ഉള്ളൂ. എന്നാൽ ആ ഒരു ഉമ്മ കൊണ്ട് എല്ലാം മാറി. അത് സത്യം. ഒരു ഉമ്മ കൊണ്ട് നമ്മുടെ ജീവിതമേ മാറി. ഒരു ഉമ്മ കൊണ്ട് തന്റെ ജീവിതം വരെ മാറിയെന്നാണ് ഷമീർ ബ്രദർ പറയുന്നത്. അത്രത്തോളം ദൈവസ്നേഹം താൻ അനുഭവിച്ചു. എന്താ നിന്റെ പേര്? ഷമീർ. നീ ഇവിടെ വന്നത് എങ്ങനെയാ? മദ്യപാനമൊക്കെ ഉണ്ട്. പ്രശ്നം പറയാനല്ല പറഞ്ഞു കൊണ്ടുവന്നതാ. ഞാൻ അവനോട് പറയാൻ പോകുന്നത് അതാണ്. ഷമീർ, നീ അച്ഛനോട് പറയാത്ത കാര്യം, നിന്റെ വയറിന്റെ ഒരു വശത്ത് മസിൽ പിടിക്കുന്ന പോലെ നിനക്ക് വരും. ഉണ്ട്. ഈ വയറിന്റെ പുക്കിളിന്റെ തൊട്ട് താഴെ നിനക്കൊരു പ്രയാസമുണ്ട്. ഇപ്പോ ഉണ്ട്. നിനക്കിപ്പോ ഒരു പേടിയുണ്ട് ഷമീറെ, ഇതെന്തോ അസുഖമാകുകയാണ്. പേടിയുണ്ട്. അതിന് കാരണം നിനക്ക് ബാത്റൂമിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോ. നിനക്ക് നിന്റെ മലദ്വാരത്തിന്റെ അവിടെ ഒരു കഴലുള്ളത് അറിയാവോ? നീ ഇത് ആദ്യം കള്ളത്തരമാണെന്നല്ലേ വിചാരിച്ചേ? നീ ഫോട്ടോ എടുത്ത് വെച്ചതെല്ലാം കള്ളത്തരമാണെങ്കിൽ കണ്ടുപിടിക്കണം എന്ന് വെച്ചിട്ടല്ലേ? ആണ്. നിന്റെ രഹസ്യകാര്യമാടാ ഇപ്പൊ ഞാൻ പറഞ്ഞ. ഇത് ആര് പറഞ്ഞു തന്നിട്ടാ? നിന്റെ കൂടെ കൊണ്ടുവന്ന നയനാച്ചാൻ അറിയത്തില്ലടാ. ഇനി അതിനേക്കാൾ വലുതൊന്ന് പറയട്ടെ, ഇപ്പൊ നീ സൗഖ്യമാവും. നിങ്ങളെന്താ കൈ അടിക്കാത്ത? ഷമീറിനെ സൗഖ്യമാക്കാൻ ദൈവത്തിന് ഇപ്പൊ കഴിയും. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിനക്കൊരു അനുഭവം ഉണ്ടായി. നിന്റെ തലയിൽ നിന്നൊരു ഷോക്ക് പോലെ നേരെ വയറ്റി വന്നായിരുന്നോടാ? വന്നു. അത് നേരെ വയറിന്റെ മോഷൻ പോകുന്ന ഭാഗത്തോട്ട് പോയായിരുന്നോ? പോയി. ഇനി നീ നോക്കിക്കോ, അവിടെ വേദന കാണത്തില്ല, ഇനി അവിടെ തടുപ്പ് കാണത്തില്ല. അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്ത് പറ, രക്ഷിക്കാൻ അവൻ കൈ കുറുകിയിട്ടില്ല, അവൻ ഇപ്പോഴും റെഡിയാണ്. ഷമീറെ, അടുത്തതാ, നിന്റെ ഈ കാലിന് ഇവിടുന്ന് താഴോട്ടൊരു മരവിപ്പുണ്ട് നിനക്ക്. അത് ഇന്ന് സൗഖ്യമാവും. അതിനേക്കാൾ ഒരു കാര്യം പറയട്ടെ, ഇന്ന് നിൽക്കും നിന്റെ കള്ളുകൂടി. വന്നേ, നീ അവിടെ നിന്ന് ചിന്തിച്ചില്ലേ ഈ പാസ്റ്റർ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു? നീ അവിടെ നിന്ന് ചിന്തിച്ചില്ലേ? വാ, ഇഷ്ടപ്പെട്ട ആളെ അടുത്തൊന്ന് കാണുന്നത് നല്ലതാ. വാ. ഇവിടെ കുടുംബമൊക്കെ തല്ലി പിരിഞ്ഞു പോയോ? എല്ലാരും പോയി. ആരെങ്കിലും കൂടെ ഉണ്ടോ? ഞാനാച്ചുണ്ട്. പിന്നെ വൈഫ് ഉണ്ട്. എടാ, നിന്റെ അപ്പനില്ല, നിന്റെ അമ്മയില്ല, നിന്റെ സഹോദരങ്ങളില്ല, എല്ലാവരുടെയും നീ അടി വെച്ച് പിരിഞ്ഞടാ. സത്യോ? ഇനി അടി വയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. രക്ഷപ്പെടണ്ടേ? എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെ.
ഇനി പറഞ്ഞ് ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇനി ഞാൻ കുടിക്കത്തില്ല. ഇനി അവൻ കുടിക്കത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഇനി ഇവന് കുടിക്കാൻ ഒക്കത്തില്ല. നിങ്ങളെന്താ കൈ അടിക്കാത്ത? ഇവന്റെ കൂടി നിന്നുപോയി. ഇവൻ എന്നെ കെട്ടിപ്പിടിച്ചപ്പോഴേ ഇവനൊരു അനുഭവം ഉണ്ടായി. ഒരു വെള്ള വേഷമിട്ട ഒരാള് നിന്നെ കെട്ടിപ്പിടിച്ചു. ആ ആളാടാ കക്ഷി. ഞങ്ങളുടെ കൂടെ ഒരുവനുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. ഇന്നു മുതൽ അവൻ നിന്റെ കൂടെ ഉണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. വിശ്വസിക്കുന്നവരുടെ കൂടെ വ്യാപരിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. ഇവന്റെ കാര്യം എങ്ങനെയാണെന്നറിയോ? ഇവന്റെ കയ്യിൽ 1 രൂപ കിട്ടിയ പൈസ തീർന്നിട്ട് കടം കൂടെ മേടിച്ചടിച്ചോളയും. ഇവനെ കർത്താവ് രക്ഷിക്കുക. ഇവന്റെ ഉള്ളില് ഈ മദ്യപാനം തുടങ്ങാൻ ഒരു രഹസ്യമുണ്ട്. ഇവന്റെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ ഇവന് ഒത്തിരി വിഷമം ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പനെ കണ്ടൂടാ, അങ്ങനെ ആടാ. നീ അപ്പനോട് ക്ഷമിക്കണം. യേശു നിനക്കൊരു സൗഖ്യം തരും. ആരെങ്കിലും ഇടത്തെ ചെവിക്കുറ്റിക്കൂടും തന്നായിരുന്നോ? പണ്ട് കിട്ടിയായിരുന്നു. അന്ന് പോയ ചെവി പകുതിയല്ലേ ഇപ്പോഴുള്ളൂ. ഞാനിത് മുഴുവനാക്കി തരാം. പക്ഷെ യേശുവിനോടൊപ്പം നിൽക്കണം. നിങ്ങളൊരു ആമയും പറയാത്ത എന്താ? ഷബീറിനെ കർത്താവിന് ഇഷ്ടമാണ്. ഒരു ഹല്ലേലൂയ പറ. ഇവനെ കർത്താവിന് പെരുത്ത ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇവടെ വരുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ അവനുണ്ടായൊരു കാര്യം പറയട്ടെ. ഇവന്റെ ചെവിക്കകത്തുനിന്ന് ഒരു അടപ്പ് പൊട്ടുന്ന പോലെ ടപ്പെന്നൊരു ശബ്ദം കേട്ടു. കേട്ടോ? കേട്ടു. എന്റെ ചെവി തുറന്നു. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാവുന്ന ഒരാള് ഫോൺ വിളിച്ചിട്ട് ഇവന്റെ ചെവി വെച്ച് നോക്ക്. ഇവന് ഈ ഇടത്തെ വെച്ച് ചെവി വെച്ചാൽ കേൾക്കത്തില്ല. ഇത് വെക്കണം. ശരിയല്ലേ? കേട്ടോ നോക്ക്. പരിശോധിച്ചേക്കാം. ഹലോ, കേക്കാം കേക്കാം. ഇന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കർത്താവിന് കൊടുത്തേ. ഞാൻ ചോദിക്കട്ടെ ഷമീറെ, ഇവിടെ മുഴുവൻ മരച്ചു പോയില്ലേ? പോയി. എന്തു പറ്റി അവിടെ? മരിച്ചതല്ലെന്നേ, എന്റെ അപ്പൻ തൊട്ട് ഞാൻ കണ്ടതേ. ഇത് കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. നന്ദി യേശുവേ. കഴിഞ്ഞ 1 വർഷമായിട്ട് ആ ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ നന്നായി കേൾക്കാമെന്നാണ് പറയുന്നത്. ആ തൊട്ട സ്ഥലം മരച്ചുപോയി. യേശുവേ എന്ന് വിളിച്ചേ. ഈ ഇടത്തെ കണ്ണെങ്ങനെടാ കാണാം? ഒരു മങ്ങലുണ്ടോ? അതും കൂടെ അങ്ങ് ശരിയാക്കി വിട്ടാലോ? എന്റെ കൂടെ നിക്കത്തില്ല ഇനി? ഉറപ്പാണോ? ഉറപ്പാ. യേശുവേ, ഈ കണ്ണും കൂടെ അങ്ങ് തുറക്കട്ടെ. അപ്പ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ആളുകൾ മദ്യപാനത്തിലും ദുശീലത്തിലും ഒക്കെ പോകുന്നതിന്റെ കാരണം അവരുടെ ഹൃദയത്തിലെ അനാഥത്വവും വേദനകളും മുറിവുകളും സങ്കടങ്ങളും ഒക്കെയാണ്. എന്നാൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ബ്രദർ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. ആ ഉമ്മ കൊടുത്തപ്പോൾ തന്നെ തൻ്റെ ഹൃദയത്തിലെ മുറിവുകൾ മാറി. വലിയ ആശ്വാസം തനിക്കുണ്ടായി. താൻ അതിനുശേഷം മദ്യം തൊട്ടിട്ടില്ല. താൻ പറയുന്നത്, കൂട്ടുകാരിപ്പോഴും വിളിക്കുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ താൻ മദ്യപിക്കാൻ പിന്നെ പോയിട്ടേ ഇല്ല. അന്നത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു അല്ലേ ബ്രദറെ? ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, വേറെന്തെങ്കിലും അനുഭവങ്ങൾ ബ്രദറിനുണ്ടായോ? ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം പിള്ളേരുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ഒന്നും നമ്മളങ്ങനെ അധികം ചങ്ങാത്തം ഇല്ല. ഇല്ല. ആരാധനയ്ക്ക് വരുന്നതൊക്കെ ഇപ്പൊ ഇഷ്ടമാണ്? ഇല്ല. പിന്നെ അപ്പാടെ കൂടെ ഞായറാഴ്ച ഇങ്ങനെ പോകും, അപ്പാരോടെ സഹായിച്ചു പോകും. ഞാൻ ചോദിക്കുന്ന, പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന ഇഷ്ടമാണോ? ആണോ? വളരെ സന്തോഷം അല്ലേ? ഇങ്ങനൊന്നും പോകത്തില്ലായിരുന്നു. അതന്നെ ബ്രദറെ, ഏറ്റവും വലിയ കാര്യം, ബ്രദറിന് 20 വർഷമായിട്ട് മദ്യപാനം ഇതിനു മുമ്പ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. മാറ്റാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. എന്നാൽ ഇപ്പോ ബ്രദർ ശ്രമിക്കാതെ തന്നെ അത് മാറിപ്പോയി, പൂർണ്ണമായിട്ട് മാറിപ്പോയി. 3 ആഴ്ച കൊണ്ട് അതെല്ലാം മാറിപ്പോയി. യേശുവിനെ പൂർണ്ണമായി വിശ്വാസമായി. എല്ലാവരുടെ അടുത്തും ഇനി യേശുവിനെ പറയണം ബ്രദർ. അതും കണ്ട് പറയണമായിരുന്നു. അതിപ്പം വലിയൊരു ഇതായി.
വലിയൊരു അത്ഭുതമായി. ഇപ്പൊ നാട്ടിലും വീട്ടിലും ഒക്കെ വലിയ അതിശയമായിരിക്കുമല്ലോ ഇപ്പോ. ആന്നു. ഇപ്പൊ ഇത്രയും 20 വർഷത്തിന് പുറത്തുള്ള ഈ ശീലം മാറി എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമായിട്ടായിരിക്കും ബ്രദറിനെ നോക്കുന്നത് അല്ലേ? നേരത്തെ എന്റെ അളിയൻ എന്നോട് മിണ്ടത്തില്ലായിരുന്നു ഈ വെള്ളോടി മോന്ത്രം. ഇപ്പം എന്റെ അളിയന് വിളിക്കാറുണ്ട്. അളിയൻ ആർമിയാണ്. ഇപ്പൊ വിളിക്കാറുണ്ട്. മദ്യപാനം കാരണം പിണങ്ങി നിന്നവരൊക്കെ ഇപ്പൊ ഇണങ്ങി വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഷമീർ ബ്രദറിന്റെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങളാണ് ചെയ്തത്. പ്രിയ ജോൺ ബ്രദറിന്റെ അടുക്കൽ വന്നു. പത്തനാപുരം മീറ്റിംഗ് ഇപ്പോഴും അതിന്റെ ആ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബ്രദറിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം ദൈവം ചെയ്തു. ബ്രദറെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തതേ ഉള്ളൂ. ശീലങ്ങൾ മാറിപ്പോയി, നാളുകളായിട്ടുണ്ടായിരുന്ന പൈൽസ് മാറിപ്പോയി, ഒരടിയെ തുടർന്നുണ്ടായ ചെവിക്ക് നഷ്ടമായ കേൾവി സൗഖ്യമായി, കാഴ്ച തിരികെ ലഭിച്ചു. അങ്ങനെ ഒരു കൂട്ടം അത്ഭുതങ്ങളുമായിട്ടാണ് ഷമീർ ബ്രദർ അടൂരിൽ നിന്ന് സാക്ഷ്യം പറയാൻ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ഈ യേശു വിശ്വസിക്കുന്ന സകലരെയും വിടുവിക്കുന്ന നല്ല ദൈവമാണ്.